ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയം വെല്ലുവിളി നേരിട്ട വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിയ ഒറ്റുകാരുടെ നിലപാടിനെ സംബന്ധിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ പല നിലപാടുകളോടും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുറന്നു തീർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലീഗിന് തന്നെ തെറ്റ് സംഭവിച്ച അനുഭവം നമ്മുടെ നിയമസഭയിൽ ഉണ്ടായതല്ലേ. അതായത് ചന്ദ്രിക ദിനപത്രം ജനുവരി 22 ദിവസത്തെ റിപ്പോർട്ട് ചെയ്ത രീതിയെ സംബന്ധിച്ച് തർക്കമുയർന്നു വന്നു. ആദരണീയനായ നമ്മളുടെ പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീർ ചന്ദ്രികയ്ക്ക് തെറ്റുപറ്റി, ആ സമീപനമായിരുന്നില്ല, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന സമീപനമായിരുന്നു ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവർ തന്നെ തിരുത്തുന്നതിന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളിലല്ല ഈ വിഷയത്തെ ഒതുക്കേണ്ടത്. നമ്മളുടെ മുമ്പിൽ ഗഗനസമ്പൂർണമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പല വിഷയങ്ങളും ഉയർന്നു വരുന്നു. ആ വിഷയങ്ങളിലൊന്നും നിലപാടില്ലാതെ പരസ്പരം പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നു. ഈ വിഷയം ഇ.പി. ജയരാജൻ പറയുന്നില്ല, ഈ വിഷയം പി. രാജീവ് പറയുന്നില്ല. അവരൊക്കെ സീറ്റ് എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ ലീഗിനെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവരൊക്കെ സീറ്റിന്റെ എണ്ണമാണ് ജയിക്ക് പറയുന്നത്. അപ്പോൾ ആ എണ്ണത്തെ തുടർന്ന് UDF ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ സീറ്റിന്റെ സംബന്ധിച്ച് ആരംഭിച്ച തർക്കമായിരുന്നില്ലല്ലോ ഇത്. നിങ്ങൾ നവകേരള സദസ്സ് മുതൽ ഇങ്ങോട്ടുള്ള സംഭവഘാതങ്ങൾ ശ്രദ്ധിക്ക്. യൂത്ത് കോൺഗ്രസും കേരളത്തിൽ പലവിധത്തിൽ സമരം ചെയ്യാനും തർക്കവിതർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമം നടത്തി. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ അവർ പങ്കെടുത്തതല്ലാതെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ സംഘത്തോടൊപ്പം സമരം ചെയ്യാൻ ചാവേർ സമരം നടത്താൻ വേണ്ടി അവർ ഇറങ്ങി വന്നില്ലല്ലോ. സീറ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായവും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായത് ഈ ഘട്ടത്തിൽ മാത്രമാണ്. ഇതിന് തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ സെക്യുലറിസത്തെ സംബന്ധിച്ചും കേരളം ഉയർത്തിപ്പിടിക്കുന്ന സമരധാരയെ സംബന്ധിച്ചും ഒക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന ഘട്ടത്തിലൊന്നും അതിനെ ഒറ്റുകൊടുക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ലീഗ് സ്വീകരിച്ചത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കേരളത്തിൽ നിന്നുള്ള ലീഗിന്റെ രാജ്യസഭാംഗം എന്താ പറഞ്ഞത്? ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ BJPയുടെ MP രാജ്യസഭയിൽ എഴുന്നേറ്റപ്പോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം അബ്ദുൽ വഹാബാണ് പറഞ്ഞത്, കോൺഗ്രസിന്റെ അസാന്നിധ്യത്തെ സംബന്ധിച്ച്, നിശബ്ദതയെ സംബന്ധിച്ച് എനിക്ക് പേടി തോന്നുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞങ്ങളാരുമല്ല. കോൺഗ്രസ് ഒറ്റുകൊടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് വ്യാധിയോടുകൂടെ നമ്മളോട് വിളിച്ചു പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ലീഗിന്റെ നേതൃത്വമാണ്.